ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. മഴയൊക്കെ എങ്ങനെയുണ്ട്? നമ്മുടെ കൊല്ലത്ത് ഭയങ്കര മഴയാണ് കേട്ടോ. ഭയങ്കര മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽ കാണാനില്ല, അത്രയ്ക്ക് വേണ്ടി മഴയായിരുന്നു. അപ്പം നമുക്ക് എല്ലാ ദിവസത്തെയും പോലെ രാവിലെ തന്നെ കോഴിക്കും പ്രാവിനൊക്കെ ഫുഡൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങൾ കുറച്ച് അരിയൊക്കെ പറക്കി ഇട്ട് കൊടുത്ത് ചായയൊക്കെ കുടിച്ച് പ്രാവും കോഴിയൊക്കെ കഴിക്കുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നല്ല തണുപ്പും കൊതുകടിയുണ്ട്. അതൊക്കെ അപ്പം വെളിയിലിരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഞാൻ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കപ്പയ്ക്ക പഴുത്തേക്കുന്നു. അപ്പോൾ ഞാൻ കാത്തൂരിട്ട് പറഞ്ഞു, മോനെ നമുക്ക് കപ്പയ്ക്ക വെച്ചാൽ ഒരു പച്ചക്കപ്പയ്ക്കും കൂടെ വെച്ച് തോരൻ വെക്കാം. മഴയും കൂടെ ഒക്കെ ആയതുകൊണ്ട് പച്ചക്കറി ഒന്നും ഇല്ല കേട്ടോ. ഞാൻ വെച്ച് കപ്പയ്ക്ക തോരനെങ്കിൽ കപ്പയ്ക്ക തോരൻ എന്തെങ്കിലും ആക്കി കൂട്ടണമല്ലോ. അപ്പം ഞങ്ങൾ കപ്പയ്ക്കയൊക്കെ വെച്ച് അതി 2 കപ്പയ്ക്ക പഴുത്തമുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പം പിച്ച് കപ്പയ്ക്കകത്ത് ഒന്ന് പച്ചക്കപ്പയ്ക്ക അല്ല, അതും ഇച്ചിരി വിളഞ്ഞ കപ്പയ്ക്കായിരുന്നു, കളർ വീണിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതും ഒന്ന് തോരൻ വെച്ച്. ഇപ്പം ഡെയിലി വീഡിയോ ഇടാത്തത് എനിക്ക് വലിയ കണ്ടൻറ് ഒന്നും ഇല്ല കുട്ടികളെ, അതുകൊണ്ടാണ് ഞാൻ ഡെയിലി വീഡിയോ ഇടാൻ പഠിക്കുന്നത്. പിന്നെ ഏട്ടൻ്റെ ഫോണിൽ നിന്നാണ് വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ ചില സമയങ്ങളിലൊക്കെ എൻ്റെ ഫോണിൽ നിന്നും ഏട്ടൻ്റെ ഫോണിൽ നിന്നും മാറി തിരിഞ്ഞൊക്കെയാണ് എടുക്കാറ്. പിന്നെ ഫോണ് കംപ്ലൈൻറ്റ് ഉണ്ടല്ലോ, അത്ര വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലാത്തത് കൊണ്ടും ഞാനൊന്നും പഠിക്കും ഇപ്പോൾ. പിന്നെ എനിക്ക് വ്യൂ ഒട്ടുമില്ല, അതൊക്കെ കൊണ്ടാണ് കേട്ടോ. പിന്നെ എല്ലാവരും ഇടുന്നത് കാണുമ്പോഴും ചിലപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് കമൻറ്റൊക്കെ ഇടുന്നത് കാരണം ഒരു കമൻറ്റ് കാണാൻ വരും കേട്ടോ. അതങ്ങനത്തെ വലിയ കാര്യത്തിൽ പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഒരു കമൻറ്റ് ഇടുന്നതായാലും വലിയ കാര്യം തന്നെ കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ ഞാൻ വയ്ക്കാം വീണ്ടും ഇടാൻ വീഡിയോ എന്ന് വിചാരിച്ച് വീണ്ടും കൂടുതൽ എടുക്കും. അപ്പോൾ വാച്ചിങ് അവർക്ക് എനിക്ക് വളരെ കുറവാണ്. കാര്യം ഞാൻ ആരും വന്നിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് വാച്ചിങ് അവർ ഉള്ളത് കൂടെ പോയി. പിന്നെ കുറേ നാൾ ഞാൻ വീഡിയോ ഇടാതെ ഇരുന്നത് കൊണ്ട് ഉള്ള വാച്ചിങ് അവർ പോയി കിട്ടി. അപ്പം കപ്പയ്ക്കൊക്കെ ഉച്ച സമയമായിട്ട് ഞാൻ എങ്ങനെയെങ്കിലും ധൃതിക്ക് ആ കപ്പയ്ക്ക വെട്ടി എങ്ങനെയെങ്കിലും ഇനി ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് തയ്യാറാക്കണം. അപ്പം അതിൻ്റെ ഒരു ധൃതിക്കകത്തൊക്കെ നിന്ന് സൗന്ദര്യമൊന്നും നോക്കുന്നില്ല കേട്ടോ. അപ്പം കിട്ടിയൊരു പാത്രത്തിൽ അങ്ങ് കട്ട് ചെയ്ത് അങ്ങ് ഇടുവാണ്. അപ്പം അച്ചു വന്നാണ് കേട്ടോ വീഡിയോ എടുത്തത്. നമ്മൾ സാധാരണ നോർമൽ ഒരു ഹൗസിൽ അങ്ങനെയാണ് പെട്ടെന്ന് ടക്കെന്ന് പറഞ്ഞ് ചെയ്യുന്നത്. അതുപോലെ ഞാനങ്ങ് ചെയ്ത് മാറ്റിയതാണ് കേട്ടോ. ഇതെല്ലാം പറയുന്നെങ്കിൽ ഞാൻ കാത്തൂനോട് നക്ഷത്രം എടുത്ത് ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഓരോ കാര്യങ്ങൾ ബുക്കും പേനയൊക്കെ അവിടെ ഇവിടെയും കൊണ്ടുവെക്കുന്നതിൻ്റെ കാര്യങ്ങളും ഒരു ജോലി ഒതുക്കിയിട്ട് വരുമ്പോൾ അടുത്ത ജോലി എനിക്ക് സെറ്റായിട്ട് അവിടെ ഇരിക്കും. അപ്പം മഴയും കൂടെ ഒക്കെ അല്ലേ, ഒരുപാട് നേരം നിൽക്കി എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ കാലുവേദനയൊക്കെ എനിക്ക് വരുന്നത് കേട്ടോ. തണുപ്പത്ത് കൂടെ നിൽക്കുമ്പോഴത്തേക്ക് തണുപ്പായി കഴിഞ്ഞാൽ എനിക്ക് കാലുവേദനയും കൂടെ ഒക്കെ ആവും. അപ്പോൾ ഞാൻ പിള്ളേരുടെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് പറയുവാണ്, നിങ്ങളും കൂടെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യും. എല്ലാം വാരി വലിച്ച് ബുക്കായാലും പെൻസിലായാലും എല്ലാം അങ്ങ് ഇട്ടേക്കും. നമ്മൾ അടുക്കളയെ ഒന്ന് ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേക്കും അടുത്ത ജോലി എനിക്ക് സെറ്റായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരെയും വഴക്കൊക്കെ പറഞ്ഞാണ് ഈ കപ്പയ്ക്ക അരിയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കപ്പയ്ക്ക നോക്കിയപ്പോൾ ഒന്ന് പഴുത്ത് പച്ചക്കപ്പയ്ക്ക തോരൻ വെക്കാമെന്ന് പറഞ്ഞ് എടുത്തതാണ്. പക്ഷേ തോരൻ വെച്ച് വന്നപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പഴുത്തെന്ന് വെച്ചാൽ നല്ല കറുമുറാന്നിരിക്കുന്ന കപ്പയ്ക്കായിട്ട് ഇത് ഞാൻ തോരൻ വെക്കുന്നത്. നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ തലേ ദിവസത്തെ രസവും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഓൾറെഡി എനിക്ക് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ കപ്പയ്ക്കയും കൂടെ തോരൻ വെച്ച് ചോറ് ഇപ്പോൾ ഞാൻ പുറത്തിട്ടല്ല വെക്കുന്നത്, അകത്തിട്ടാണ് വെക്കുന്നത്. കാര്യം മഴ ആയതുകൊണ്ട് മൊത്തം വെള്ളം കയറി കിടക്കുവാണ് കേട്ടോ. അപ്പം അകത്തിട്ട് അതായത് ഗ്യാസിലിട്ടാണ് വെക്കുന്നതെന്നാണ് ഉദ്ദേശിച്ചത്. പുറത്താകുമ്പോൾ വിറകടുപ്പിലാണ്. അപ്പം മഴ മൊത്തം നനഞ്ഞും വിറകുമൊക്കെ നനഞ്ഞു കിടക്കുന്നുണ്ട്. എനിക്ക് പുറത്ത് അടുപ്പിലിട്ട് അരി വെക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് ഞാൻ ഗ്യാസിൽ തന്നെ വെക്കുന്നത്. അങ്ങനെ കപ്പയ്ക്ക തോരനൊക്കെ വെച്ചു. എല്ലാവർക്കും അറിയാമല്ലോ റെസിപ്പി, അതുകൊണ്ടാണ് പ്രത്യേകിച്ചൊന്നും പറയാത്തത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മീൻകറി, ചോറ്, രസം, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, കപ്പയ്ക്ക തോരൻ, മീൻ പൊരിച്ചത്, സമൃദ്ധമായി ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പം വൈകുന്നേരം സന്ധ്യ സമയമായി കേട്ടോ. അപ്പം ഏട്ടൻ ഞാൻ പറഞ്ഞില്ലേ, വൈകുന്നേരം നമ്മുടെ ചായയൊക്കെ കുടിച്ച് മഴയൊക്കെ കൊണ്ട് നിൽക്കുവാണ്. നക്ഷത്രക്കാണെങ്കിൽ മഴ കണ്ടപ്പോഴത്തേക്കും കുളിക്കോളാൻ വയ്യ. അപ്പം പോയി കുളിക്കുകയാണെങ്കിൽ ഹെൽമെറ്റൊക്കെ വെച്ച് ഞങ്ങൾ പറഞ്ഞ് പുതുമഴയാണ്, നനയണ്ട, പനിയാവും എന്ന് പറഞ്ഞു. ചാർലിക്കാണെങ്കിൽ സഹിക്കുന്നില്ല. ചാർലി ഇങ്ങനെ ദുഃഖത്തിൽ നിൽക്കുകയാണ് കേട്ടോ. ഏട്ടൻ ചായയൊക്കെ കുടിച്ച് നിൽക്കുകയാണ്. അതിൽ മഴയും കൂടെ അതിൻ്റെ കറണ്ട് ചെറുതും കൂടെ പോകും. നമുക്ക് ഒട്ടും എന്താണ്
കൊതുകിൻ്റെ ശല്യം ഒട്ടും ഇരിക്കാൻ പറ്റില്ല. ചാർലിക്ക് ഇരുന്നിരുന്നൊരു സഹി കേട്ട് അവന് ഇറങ്ങി കേട്ടോ കളിക്കാൻ. മഴ വെള്ളം കൊണ്ടുപോയി ചാർലിക്ക് ഭ്രാന്ത. ചാർലി ഞങ്ങൾ എങ്ങനെയും തിരിച്ചവിടെ ഇരിക്കുകയാണ്. പക്ഷേ ചാർലി കുറച്ച് നേരമൊക്കെ ഇരുന്നില്ല. അതായത് ചാർലിയുടെ കലാപരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഏടിനൊക്കെ ഒന്ന് ഒറ്റ കുടയൊക്കെ കൊടുക്കും. കെട്ടാൻ വേണ്ടി രോമും വെള്ളം കിട്ടും നമ്മുടെ വീട്ടിൽ കുടഞ്ഞും കിട്ടും. അതൊക്കെ അവൻ്റെ കലാപരിപാടി. ഒക്കെ വരച്ച് പറയും. അച്ഛനോടെ എന്തോ രസത്തിൽ കളിക്കുക നോക്കാണേ. അപ്പം രാത്രി ചേട്ടൻ ലിവർ മേടിച്ചുകൊണ്ട് വന്നു. ഞങ്ങൾ ലിവർ ഫ്രൈ ഒക്കെ ചെയ്ത് കഴിച്ചു കേട്ടോ. പത്തിരി മേടിച്ചിട്ടുണ്ട്. പത്തിരി പുറത്തുനിന്ന് മേടിച്ച് ലിവർ ഫ്രൈ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി. ഞാൻ എൻ്റെ റെസിപ്പിയൊന്നും എടുത്തില്ല. അപ്പം ഇനി ലിവറൊക്കെ വേവിക്കാൻ വെക്കണം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.